ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ട്രാഫിക്കുമേ. ആൾക്കാരൊക്കെ വെളിക്കിടന്ന് കറങ്ങുക. പക്ഷെ ബ്ലോഗും ഉണ്ട് നാട്ടുകാർ. എനിക്ക് ഗുണമുണ്ടായി. അമ്മ ഇപ്പം കേരള പപ്പടം മേടിച്ചു തുടങ്ങി. ഇത്രയും ദിവസം ഈ ഭാഗം കാണിച്ചിട്ടേ ഇല്ല. എന്താ അമ്മ അത്? അതുകൊണ്ടാണ്. എന്താ നമ്മ ലാഫിംഗ് ബുദ്ധ പോലെ സാധനം കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നേ. ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ട്രാഫിക്കുമേ. ആൾക്കാരൊക്കെ വെളിക്കിടന്ന് കറങ്ങുക. അമ്മയ്ക്കിന്ന് ധൃതി പോകണ്ടല്ലോ. എന്തോ അമ്മ ഉണ്ടാക്കി തരുന്നത്? ഞാനിന്ന് വൈറ്റ് റൈസും ദാളും പൊട്ടാറ്റോ ഫ്രൈയും പപ്പടവും പിക്കിളും. ഓക്കെ, അപ്പൊ തുടങ്ങാല്ലേ? ഓക്കെ, അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. ഓക്കെ, നമ്മൾ ചെന്ന ദാളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ദാൾ ഉണ്ടാക്കുമ്പോൾ മറ്റേ സാമ്പാർ ദാളോ ഓറഞ്ച് ദാളുണ്ടല്ലോ ഇതാ എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചെന്ന ദാളാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ ഒരു വലിയ സവാളയുണ്ട്, ഒരു ഹാഫ് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചക്കൊത്തമല്ലിയുടെ തണ്ട്, 3 പച്ചമുളക്, പച്ചക്കൊത്തമല്ലി ഗാർണിഷ്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക 3 ആണെങ്കിലും കുറച്ച് വലുതാണ്. അത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുക. 3 cups ഓഫ് ബസ്മതി റൈസ്. അത് ഒന്ന് പൈനാപ്പിൾ എസൻസ് ആണ്, പിന്നെ ഒന്ന് റോസ് എസൻസ്. അച്ഛന് ഏതാ ഇഷ്ടം വെച്ചാൽ അത് ഒഴിച്ചു തരാം. പിന്നെ ഇത് ഞാൻ കളറിന് വേണ്ടി വെച്ചിരിക്കുക. കുറച്ച് പാലില് ഓക്കെ. വെള്ളം തിളച്ചു. അടുത്ത ഞാൻ ഇതിനുള്ളിൽ ഉപ്പിടാം. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ഇത് 3 cups ഉണ്ട്. അതിനകത്ത് ഞാൻ വെള്ളം കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവും. ബാസ്മതി അല്ലേ? ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി. എനിക്ക് പതുക്കെ ഇളക്കണം. അത് അരി കുതിർന്നിരുന്നല്ലേ പൊട്ടിപ്പോകുമോ ഒക്കെ വിചാരിച്ചിട്ടാ. അപ്പൊ ഞാനൊന്ന് അടച്ചോട്ടെ. അരി തിളക്കുമ്പോൾ നമ്മൾ 2ാമത്തെ സ്റ്റൗ കാണിക്കുകയാണ്. ഇത്രയും ദിവസം ഈ ഭാഗം കാണിച്ചിട്ടേ ഇല്ല. എന്താ അത്? എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ട് പോവാൻ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പുറത്ത് അരി തിളക്കുന്നു, ഇപ്പുറത്ത് നമ്മൾ എന്താണ് ദാലിന്റെ സാധനങ്ങളല്ലേ? ഇത് ചന ദാളാണ്. ഇത് എത്ര നേരം ഇട്ട് വെച്ച വെള്ളത്തില്? അതും ഞാൻ ഒരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. കാരണം എനിക്ക് ധൃതി പോവാനായതുകൊണ്ട് പെട്ടെന്നാവണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഓക്കെ, ദാളിട്ടു. എന്നിട്ട് ഞാൻ ഈ പച്ചമുളക്, ഈ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചത് ഇതിനകത്തോട്ടിടുകയാണ്. ടൊമാറ്റോ പതിവ് പോലെ പച്ചക്കൊത്തമല്ലി തണ്ടും ഒന്ന് ഇട്ട് നോക്കി കഴിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രീവിയസ് നമ്മുടെ ഇതിനു മുമ്പുള്ള അറ്റ്ലീസ്റ്റ് 3 വീഡിയോയെങ്കിലും കണ്ടിട്ടുണ്ട്. കണ്ടറിയാം. കൊറിയാണ്ടറിന്റെ തണ്ട് എന്തായാലും കാണുമെന്ന്. ഇതാണ് നമ്മുടെ മസാല ഡപ്പ. ആദ്യം മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഓക്കെ, കുറച്ച് ജീരകം, ചെറിയ ജീരകം. ഓക്കെ, അത്ര മതി. ആ പരിപ്പിന്റെ മേലെ നിൽക്കണം, വെള്ളത്തിന്റെ ലെവല്. ഇനി ഞാൻ കുറച്ച് ഉപ്പിടണം. നമുക്ക് വെന്തിട്ട് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. അടയ്ക്കാൻ പോവാണേ കുക്കർ. ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. നമ്മ ലാഫിംഗ് ബുദ്ധ പോലെ സാധനം കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നേ. ലാഫിംഗ് ബുദ്ധയുടെ തല കണ്ടിട്ടുണ്ടോ? അതിന്റെ പ്രഷർ ഫുള്ളായിട്ട് വേണം. കാരണം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. ഞാനിനി അരി എന്തായി നോക്കട്ടെ. പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് വാർക്കാം. അപ്പൊ ഓഫ് ചെയ്ത് കുറച്ചൊക്കെ തൊലി ഇരിക്കുന്ന നല്ലതാ. വൈറ്റമിൻ കിട്ടും. മിനറൽസ് അറിയില്ല എനിക്ക്. വൈറ്റമിൻ മിനറൽസ് തൊലിയിൽ അങ്ങനെ തോന്നുന്നു. ഇവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്.
ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചു. ഇനി അടുപ്പ് കത്തിക്കട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാമേ. അത് വേവാനുള്ള വെള്ളം പൊട്ടിട്ടു. ഓക്കെ. ഓരോ രാജ്യത്തെയും ഉരുളക്കിഴങ്ങ് കുറച്ച് ചിലത് പെട്ടെന്ന് വേഗം, ചിലത് കുറേ ടൈം എടുക്കാം. അങ്ങനെയൊക്കെയാ. ചിലപ്പോൾ കുഴഞ്ഞു പോകും. അത് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ 3/4 വേവായി. അപ്പൊ ഞാൻ അതിന്റെ വെള്ളമില്ല അങ്ങനെ വാർത്ത് കളയാണ്. മതിയോ? മതി. പിന്നെ നമ്മള് എണ്ണയിലിട്ട് വറുക്കല്ല, എണ്ണയിലിട്ട് വഴട്ടുമ്പോ അത് വെന്തോളും. പാൻ ചൂടായി, എണ്ണ ഒഴിക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ലയോ? കുറച്ച് കറിവേപ്പില ഇടാം. ഞാനാ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇതൊന്ന് ഇളക്കിക്കോട്ടെ. നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി പച്ചമുളക് ഇടുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എണ്ണ വേണം ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരാനേ. നമ്മുടെ നാട്ടിലെ ഉരുളക്കിഴങ്ങല്ല, ഇത് വഴുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്ത് നമ്മുടെ ദാൽ കറി എന്തായി നോക്കാം കേട്ടോ. നമുക്ക് ദാൽ എന്തായും തുറന്ന് നോക്കാം. എന്തായി? എനിക്ക് വെള്ളവും വെജിറ്റബിൾസ് കാണാൻ പറ്റുന്നുള്ളൂ. കുറച്ച് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം, വാഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുത്താലേ കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞോളും, അതിവിടെ ചേർന്നോളും. അപ്പോൾ കുറച്ച് ഇങ്ങനെ മുഴുവനായിട്ടും കിടക്കണം. അതാ അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ഞാനപ്പോൾ ഇത് ഒന്ന് ഇറക്കി വെക്കാമേ. കടുവ ഇറക്കാൻ ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജീരകം, മുളക്, പച്ചമുളക് ഇടാട്ടോ. ഇനി എന്താ പരിപാടി? നമ്മൾ താളിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയില് അതിന്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. കുറച്ച് മതി, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അരിഞ്ഞു വെച്ച പച്ചക്കൊത്തമല്ലി. പച്ചക്കൊത്തമല്ലി എന്റെ അമ്മേ കുറെ ഉണ്ടല്ലോ. നല്ലോണം മരിഞ്ഞിരിക്കും. ചോറ് അരിയല്ല, ബസ്മതി റൈസിന്റെ. ഞാനിനി ആ അരി അടുപ്പത്ത് വെക്കുകയാണ് വെച്ചിട്ടാ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളമയം അങ്ങനത്തെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അത് മാറ്റാനായിട്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിട്ടാ. കുഴി ഉണ്ടാക്കി ഒരു കളർ, രണ്ട് കളർ, ഓറഞ്ചും മഞ്ഞയും. ഇങ്ങനെ കാണുമ്പോ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നും. ഏത് കുട്ടി? എല്ലാ കുട്ടികൾക്കും അച്ചു എന്ന് പറയുന്ന കുട്ടിക്കും. ഞാൻ 38 വയസ്സായിട്ട് കുട്ടിയാണ് എന്ന് ഓർമ്മിക്കണം. എനിക്ക് അച്ചു എത്ര വയസ്സാണ്? എനിക്ക് കൊച്ചു കുട്ടിയാ. ഇത് എന്നെ കുഴപ്പം. അടച്ചു വെച്ചു. ദമ്മിലിരിക്കാണ്, ചെറിയ ഫ്ലെയിമിൽ വെച്ച് വെക്കാം. ആ വെള്ളം ഉരുളക്കിഴങ്ങ് അങ്ങടെ മൊരിഞ്ഞ് അങ്ങടെ ഒരു സംഭവമുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇടണമെന്ന് പറഞ്ഞില്ലേ? ഏത് ഞാൻ മേടിച്ചിട്ട് ഗുണമില്ലാന്ന് പറഞ്ഞു കാശ്മീരി ചില്ലി പൗഡർ? അതല്ല, മറ്റേതാ. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ടാണ്. കാശ്മീരി ഇട്ടു. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? ഇതായി കഴിഞ്ഞു കേട്ടോ. ഉരുളക്കിഴങ്ങ് റെഡിയായി, ദാൽ റെഡിയായി. ഇനി പപ്പടം കഴിച്ചല്ലേ? പക്ഷെ ബ്ലോഗ് കൊണ്ട് നാട്ടുകാർ എനിക്ക് ഗുണമുണ്ടായി. അമ്മ ഇപ്പം കേരള പപ്പടം മേടിച്ചു തുടങ്ങി. നേരത്തെ കിട്ടത്തില്ലായിരുന്നു. ഇന്ത്യൻ കേരള പപ്പടം ഉണ്ട്, ഫാമിലി പാക്ക്. എൻ്റെ ദൈവമേ, ഊരിയാന്നോ പപ്പടം വന്നു? തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യുന്നറിയാമോ? ഇങ്ങനെ ഇടുന്നതിന് പൊങ്ങി വരുന്നത് മാറ്റാനായിട്ട് ഞാൻ ഒരു ഓട്ട ഇടാം ഇങ്ങനെ. ഇഞ്ചീനിയസ് പ്ലാൻ. അടുക്കൊരു കുഴി ഇട്ടു. കണ്ടില്ലേ ആ പപ്പടത്തിന്റെ ഒരു ഭംഗി?
ഓക്കെ ഞാൻ തുറന്നു നോക്കാം കേട്ടോ. ഓക്കെ. അമ്മ ഇളക്കുമ്പോഴേ കാണാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇപ്പം ഫാസ്റ്റിംഗ് ഒക്കെ അല്ലേ, അപ്പം നമ്മൾ നിറയെ ഗീയും എണ്ണയൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് ചിക്കൻ കറിയോ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ഇങ്ങനെ ചോറായി. മുരിഞ്ഞ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നന്നായിട്ട് ഫ്രൈ. സൗണ്ട് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ മുരിഞ്ഞ ഉരുളക്കിഴങ്ങാന്ന്? മതിയോ? മതി 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 മതി. അടിപൊളി. നീ കണ്ണിമാങ്ങ പിക്കിള ഓക്കെ അതേ സൈഡിൽ വെച്ചേരാ. ചോറ്, ഉരുളക്കിഴങ്ങ് ഫ്രൈ, ദാള്, കണ്ണിമാങ്ങ, പപ്പടം എല്ലാം ആയിട്ടുണ്ട്. ഇനി പോയി കഴിക്കാം. നല്ല വിശപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് വരും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ കറിവീട് അമ്മാസ് കുക്കിംഗ് സൈനിങ് ഔട്ട്.